നമസ്കാരം കേട്ടോ, ജയനാണ്. അപ്പോൾ നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് ബലനോയുടെ സീറ്റ വേരിയൻ്റാണ്. ബലനോയുടെ പുത്തൻ വേരിയൻ്റാണ് 2024 സീറ്റ വേരിയൻ്റ് നമ്മൾ റിവ്യൂവിനായിട്ട് കൊണ്ടുവരുന്നത്. ഓണർ നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. ആദ്യം നമുക്ക് വണ്ടിയുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. അതിനുശേഷം നമുക്ക് ഓണറെ വിളിക്കാം, ഓണറിൻ്റെ റിവ്യൂ എടുക്കാം കേട്ടോ. വണ്ടി എടുത്തിട്ട് 3000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. നമുക്ക് എന്തായാലും വണ്ടി ഡീറ്റെയിൽസിലേക്ക് പോകാം. ഹെഡ് ലാംപ്സ് വരുന്നത് പ്രൊജക്റ്റഡ് ഹെഡ് ലാംപ്സ് ആണ് കേട്ടോ വരുന്നത്. നമുക്ക് LED പ്രൊജക്ട് ഹെഡ് ലാംപ്സ് ആണ് വരുന്നത്. VR വരുന്നില്ല, ഒരു ക്രോം എലമെൻ്റ് ആണ് മേളിൽ വരുന്നത്. അതുപോലെ തന്നെ പ്രൊജക്ട് ഹെഡ് ലാംപ്സ് വരുന്നുണ്ട്. ലാംപ്സ് ഇതിൽ വരുന്നില്ല. മോഡലിലേക്ക് വരുമ്പോഴത്തേക്കും സീറ്റ വേരിയൻ്റ് ആണ്. ഇതിൽ ഫോഗ് ലാംപ്സ് വരുന്നില്ല. ഫോഗ് ലാംപ്സ് അതുപോലെ ഒരു ഗാർണിഷ് വരുന്നുണ്ട്, ഗോവൻ്റെ ഗാർണിഷ് വരുന്നുണ്ട്. അതുപോലെ നമുക്ക് ബമ്പറിലേക്ക് വരുമ്പോൾ പുത്തൻ വണ്ടിയാണ്. നമ്പർ പ്ലേറ്റ് കിട്ടിയിട്ടില്ല. നമ്പർ പ്ലേറ്റ് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു സ്പെഷ്യൽ നമ്പർ പ്ലേറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക കേട്ടോ. ഫ്രണ്ടിലേക്ക് വരുന്ന ഗ്രില്ല് കാണാൻ പറ്റും. ബ്ലാക്ക് ആയിട്ട് ഗ്രില്ലാണ്, ഗ്ലോസി അല്ല, മാറ്റ് ഫിനിഷ് ആയിട്ടുള്ള ബ്ലാക്ക് ഗ്രില്ലുകളാണ് വരുന്നത്. നമ്മൾ പുതിയ സ്വിഫ്റ്റിൻ്റെ വേരിയൻറ്റ് നമ്മൾ കണ്ടിരുന്നതെന്ന് പറഞ്ഞൊരു ഹെക്സണൽ ടൈപ്പിൽ വരുന്ന പുതിയ ഗ്ലോസി ആയിട്ടുള്ള ബ്ലാക്ക് ഗ്രില്ലുകളായിരുന്നു കണ്ടിരുന്നത്. പക്ഷേ ഇതിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് മാറ്റായിട്ടുള്ള ഗ്രില്ലാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഗ്രില്ലിൻ്റെ താഴത്തൊരു ഒരു ക്രയം എലമെൻറ്റ് പോകുന്നുണ്ട്. ഇതൊക്കെ ബേസിക് വേരിയൻ്റ് തൊട്ട് വരുന്ന കാര്യങ്ങളാണ് കേട്ടോ. താഴത്തേക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ബമ്പറിൻ്റെ സ്കിപ്പ് ലൈറ്റ് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് എയർ ഇൻടേക്കിൻ്റെ നമ്മുടെ പോർഷൻ വരുന്നുണ്ട്. ഇതിൻ്റെ വീണ്ടും ഹെഡ് ലാമ്പ് യൂണിറ്റ് കാര്യങ്ങളൊക്കെ വരുന്നത് കേട്ടോ. അതുപോലെ തന്നെ അലോയ് വീൽസ് എന്ന് പറയുന്നത് പെയിന്റഡ് അലോയ് വീൽസ് ആണ് കേട്ടോ വരുന്നത്. അതായത് അലുമിനിയം കളർ അല്ലെങ്കിൽ സിൽവർ അല്ല വരുന്നത്, അലുമിനിയം കളർഡ് ആയിട്ടുള്ള പെയിന്റഡ് അലോയ് വീൽസ് ആണ് വരുന്നത്. ടയറിന്റെ സെക്ഷൻ എന്ന് പറഞ്ഞാൽ 195, 55, R16 16 ഇഞ്ച് അലോയ് വീൽസ് ആണ് കേട്ടോ വരുന്നത്. നമുക്ക് ഇതിന്റെ ടോപ്പ് എൻഡ് വേരിയന്റിലാണ്, ആൽഫ വേരിയന്റിലേക്കാണ്. ഈ സീറ്റ വേരിയന്റിലേക്ക് വരുമ്പോഴത്തേക്ക് പെയിന്റഡ് അലോയ് വീൽസ് ആണ് വരുന്നത്. ആൽഫ വേരിയന്റിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് അലോയ് വീൽസ് വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയമണ്ട് കട്ട് ആയിട്ടുള്ള അലോയ് വീൽസ് ആയിരിക്കും വരുന്നത് കേട്ടോ. ഹെഡ് ലാംപ്സിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഒരു 3 യൂണിറ്റ് ആയിട്ട് അല്ലെങ്കിൽ 3 ലൈറ്റായിട്ട് ഡിസൈനായിട്ട് കാണിച്ചിരിക്കുന്ന ഒരു ടൈപ്പിലുള്ള ഹെഡ് ലാമ്പാണ് കേട്ടോ. അതുപോലെ തന്നെ DR വരുന്നുണ്ട്. ഇൻഡിക്കേറ്റർ അതിനകത്ത് തന്നെയാണ് വരുന്നത്. അതുപോലെ തന്നെ മിററുകൾ എന്ന് പറയുന്ന ഓട്ടോ ഫോൾഡ് അല്ല, സീറ്റ വേരിയന്റിൽ വരുന്ന ഓട്ടോ ഫോൾഡ് മിററുകളല്ല വരുന്നത്. മിററിൽ നമുക്ക് ഇൻഡിക്കേറ്റർ ആയിട്ടുള്ള കൂടി വരുന്ന മിററാണ് വരുന്നത് കേട്ടോ. ഇലക്ട്രോണിക്കലി അഡ്ജസ്റ്റബിൾ ആണ്, പക്ഷേ ഓട്ടോ ഫോൾഡ് ആയിട്ടുള്ള മിററുകളല്ല വരുന്നത്. അതുപോലെ നമുക്ക് കഴിഞ്ഞാൽ ഡോറിൽ ക്രോം ഫിനിഷ് വരുന്നുണ്ട്. ഡോറിൽ ക്രോം ഫിനിഷ് ഹാൻഡിൽസ് ആണ് കേട്ടോ വരുന്നത്. അതുപോലെ തന്നെ ഡോറിൻ്റെ ഗാർഡ് അവർ ആക്സസറി ആയിട്ട് എക്സ്ട്രാ ചെയ്തതാണ്. സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അത്രയ്ക്കാണ് ഡീറ്റെയിൽ പറയാനുള്ളത്. കൂടുതലായിട്ട് ഡീറ്റെയിൽ ഒന്നും തരാൻ പറ്റുന്നില്ല. ഒരു ക്യാരക്ടർ ലൈൻ എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. നമ്മൾ സ്വിഫ്റ്റിൽ കണ്ടിരുന്ന പോലെ തന്നെ ഒരു ക്യാരക്ടർ ലൈൻ നമുക്ക് ഇവിടെ ഹെഡ് ലാമ്പിൻ്റെ പോർഷനിൽ നിന്ന് പോകുന്ന, അല്ലെങ്കിൽ ബമ്പറിനോട് കൂടി ചേർന്ന് പോകുന്ന ഒരു ക്യാരക്ടർ ലൈൻ നമുക്ക് കാണാൻ പറ്റും. സൈഡിൽ അത് എൻഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ടെയിൽ ലാമ്പിലേക്ക് വന്നിട്ട് എൻഡ് ചെയ്യുന്ന ഒരു ക്യാരക്ടർ ലൈൻ അല്ലെങ്കിൽ ഒരു ഷോൾഡർ ലൈൻ എന്നൊക്കെ പറയാൻ പറ്റും. അതിൽ എൻഡ് ചെയ്തിട്ട് ആ ഒരു പോർഷൻ എഡ്ജ് കട്ട് ചെയ്ത് വരുന്ന ഒരു ഡിസൈനിലാണ് ടെയിൽ ലാമ്പും ചെയ്ത് വന്നിരിക്കുന്നത് കേട്ടോ. ടെയിൽ ലാമ്പിലേക്ക് നോക്കുകയാണെങ്കിൽ സെൻറ്ററിൽ നമുക്ക് ഇവിടെ റിവേഴ്സ് കാണാൻ പറ്റും, ഇവിടെ ഇൻഡിക്കേറ്റർ. അതുപോലെ തന്നെ ഒരു C ഷേപ്പിലുള്ള ഒരു ടെയിൽ ലാമ്പ് അല്ലെങ്കിൽ ഒരു വിങ് ഷേപ്പിൽ എന്ന് പറയാൻ പറ്റും. ആ ഒരു ടൈപ്പ് ടെയിൽ ലാമ്പാണ് വരുന്നത്. LED ടെയിൽ ലാമ്പുകളാണ് കേട്ടോ ഇതിലും വരുന്നത്. ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്പോയിലറിൻ്റെ സെൻറ്ററിലായിട്ട് നമുക്ക് സ്റ്റോപ്പ് ലാമ്പ് വരുന്നുണ്ട്. അതുപോലെ നമുക്ക് മോണോപോൾ ടൈപ്പുള്ള ആൻഡിലാണ് കേട്ടോ വരുന്നത്. ഷാർപ്പിൻ ആൻഡിലൊന്നും വരുന്നില്ല സീറ്റിന് വരുന്നത്. വരുമ്പോഴത്തേക്ക് റെയറിലേക്ക് നോക്കി കഴിഞ്ഞാൽ പിന്നെ ഡീഫോവറിൻ്റെ ലൈൻസ് കാണാം. അതുപോലെ വൈപ്പർ വരുന്നുണ്ട്, അതുപോലെ തന്നെ വാഷർ വരുന്നുണ്ട്. ഇവിടെ ഒരു ക്രോം എലമെൻറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഒരു ക്രോം എലമെൻറ്റ് വരുന്നത് സെൻറ്ററിൽ സുസുക്കിയുടെ ആ ഒരു എംബ്ലം അല്ലെങ്കിൽ ലോഗോ കാണാം. നമുക്ക് ടെയിൽ ലാംപ്സ് വരുന്ന LED ടെയിൽ ലാംപ്സ് ആണ് വരുന്നത്. ബമ്പറിലേക്ക് വരുമ്പോഴത്തേക്ക് ഇവിടെ നമുക്കൊരു റിഫ്ലക്ടർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ താഴെ ഒരു സ്കിപ്പ് ലൈറ്റ് വരുന്നു. അതിൻ്റെ മുകളിലൊരു ഡാർക്ക് അല്ലെങ്കിൽ ഒരു അലുമിനിയം ബ്രഷ്ഡ് അലുമിനിയം ഫിനിഷിലുള്ള ഒരു ലൈൻ നമുക്ക് കാണാൻ പറ്റും. അത് എക്സ്ട്രാ ആക്സസറീസ് ആയിട്ട് വരുന്ന കേട്ടോ സീറ്റ വേരിയന്റിലേക്ക് വരുമ്പോഴേക്കും. ഇത്രയൊക്കെയാണ് റെയർ പോർഷനിലേക്ക് പറയാനുള്ളത്. നമ്മുടെ ഗ്ലാസിന് താഴെ വരുന്ന ക്രോം പോർഷൻ്റെ ആ ഒരു ക്രോം എലമെൻറ്റിൻ്റെ ഉള്ളിലാണ് നമുക്ക് റെയർ വ്യൂ ക്യാമറ വരുന്നത് അതിനുള്ളിലാട്ടോ. അതുപോലെ തന്നെ താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് സുസുക്കിയുടെ എംബ്ലം കാണാം. ബൂട്ട് തുറന്നു കഴിഞ്ഞാൽ ബൂട്ടിൽ നമുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 318 ലിറ്ററാണ് തോന്നുന്നു. നമ്മൾ സ്വിഫ്റ്റിൻ്റെ ഒരു കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ 250 ലിറ്റർ ആയിരുന്നു കേട്ടോ സ്വിഫ്റ്റിൻ്റെ വന്നിരുന്നത്. ഇതിൻ്റെ 318 ലിറ്ററാണ് ഞാൻ കറക്റ്റായിട്ട് ഞാൻ പറയാൻ കേട്ടോ. അതുപോലെ ബൂട്ടിൻ്റെ ഓപ്പണിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്രണ്ട് ഡോറിൻ്റെ ഡ്രൈവർ സൈഡിൽ വരുന്ന ആ പവർ വിൻഡോയുടെ കൂടെയുള്ള ബട്ടൺ അല്ലെങ്കിൽ അൺലോക്ക് ബട്ടൺ വെച്ചിട്ട് അൺലോക്ക് ചെയ്ത ശേഷം ആട്ടോ തുറക്കേണ്ടത്. ബൂട്ട് വരുമ്പോഴത്തേക്ക് 318 ലിറ്റർ ബൂട്ടാണ് വരുന്നത്. അതിന് ഇവിടെ ഒരു പിടിക്കാനുള്ള ഹാൻഡിൽ വരുന്നുണ്ട്. അതുപോലെ നമുക്ക് ട്രേ വരുന്നുണ്ട്, പാഴ്സൽ ട്രേ വരുന്നുണ്ട്. അതുപോലെ ബൂട്ട് എന്ന് പറഞ്ഞാൽ നല്ല ഡെപ്തുള്ള ബൂട്ടാണ് കേട്ടോ. ഇതിൻ്റെ അത്യാവശ്യം സാധനങ്ങൾ ക്ലീനിങ്ങുകളായിട്ടും ബൈക്കിൻ്റെ ഹെൽമെറ്റൊക്കെ നമ്മുടെ ഓണറിൻ്റെ തന്നെ സാധനങ്ങളാണ് ഇതിൻ്റെ അകത്തിരിക്കുന്നത്. പിന്നെ അടിയിലേക്ക് എടുക്കുമ്പോഴത്തേക്കും സ്പെയർ ടയറുണ്ട്. നമുക്ക് സ്പെയർ ടയറിൻ്റെ ടയർ സൈസ് വരുന്നത് 16 ഇഞ്ച് എന്നാണ് എൻ്റെ ഓർമ്മ കേട്ടോ. 185, 65, R15 ഇഞ്ചാണ് വരുന്നത് കേട്ടോ നോർമൽ വരുന്നത്. നമുക്ക് 16 ഇഞ്ച് അലോയും കൊടുത്തിട്ട് ഈ 15 ഇഞ്ചിൻ്റെ ഈ വീലും കൊടുക്കുന്നതിൻ്റെ ഒരു ലോജിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് മനസ്സിലായിട്ടില്ല കേട്ടോ. പല വണ്ടികളിലും ഒരു സൈസ് ഡൗൺ ആയിട്ടുള്ള സ്പെയർ വീലുകളാണ് കൊടുക്കുന്നത്. 16 ഇഞ്ചിൻ്റെ അലോയും അതുപോലെ തന്നെ 15 ഇഞ്ചിൻ്റെ സ്പെയർ വീലും കൊടുക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു കോമ്പിനേഷൻ ശരിയാവും എന്നുള്ളത് എനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല. എന്തായാലും 15 ഇഞ്ചിൻ്റെ സ്പെയർ വീലാണ് കൊടുത്തിരിക്കുന്നത്. നമുക്കിത് അടച്ചിടാം. അപ്പോൾ കുട്ടനാടിൻ്റെ മനോഹാരിത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളവും വള്ളം കളിയും കള്ളും കപ്പയും കയർച്ചയും കാമീനും ഒക്കെയാണ് ഉള്ളത്. നമ്മൾ ഇങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ ഹൗസ് ബോട്ടുകൾ കാണാം. ഇതിലെ ഹൗസ് ബോട്ടുകൾ നിരാനായി പുറകിൽ എൻ്റെ തൊട്ട് പുറകിൽ പറഞ്ഞാൽ കള്ള് ഷാപ്പാണ്. കള്ള് ഷാപ്പിൽ കപ്പയും മീൻകറിയും ഒക്കെ കഴിച്ചിരിക്കാം. കള്ള് കുടിക്കണം. കള്ളെന്തായാലും ആരോഗ്യത്തിന് ഹാനികരമാണെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ഏതോ ഒരു മന്ത്രി പറഞ്ഞായിരുന്നു ഇത് പോഷകാഹാരം എന്നൊക്കെ പറയണ്ടായിരുന്നു കേട്ടോ.
അപ്പോൾ എന്തായാലും അറിയില്ല, പോഷകാഹാരമെന്ന് തോന്നുന്നവരൊന്ന് ലൈക്ക് അടിക്കുക, അല്ലാത്തവരല്ലാന്നുള്ള കാര്യം പറയട്ടെ. എന്തായാലും ആലപ്പുഴയുടെ മനോഹാരിതയിൽ നിന്നുകൊണ്ടാണ് നമ്മളിന്ന് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. ബാക്കിൽ കള്ളുഷാപ്പിൽ നിന്ന് നമ്മൾ കപ്പയും മീൻകറിയും കഴിച്ചിട്ട് ഇറങ്ങി വന്നാണ് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഡോർ പാഡിലേക്ക് വരുമ്പോൾ ലെതർ ഫിനിഷ് ആണ് കേട്ടോ സൈഡിലൊക്കെ വരുന്നത്. ഡോറിന്റെ ഫിനിഷും വരുന്നത് ലെതർ ഫിനിഷ് ആണ് വരുന്നത്. ഡ്യുവൽ ടോണിലാണ് വന്നിരിക്കുന്നത്, ഒരു ഡാർക്ക് ബ്ലൂ. അതുപോലെ നമ്മുടെ വാഹനത്തിന്റെ കളറും ആ ഒരു നേവി ബ്ലൂ ഉള്ള ഒരു കളറാണ്. അതുപോലെ തന്നെ ഡോർ പാഡിൽ വന്നിരിക്കുന്നത് ബ്ലാക്കും ഡാർക്ക് ബ്ലൂ അല്ലെങ്കിൽ നേവി ബ്ലൂ ആയിട്ടുള്ള കളറാണ് വന്നിരിക്കുന്നത്. ഹാൻഡിൽസ് എന്ന് പറഞ്ഞാൽ ക്രോം ഫിനിഷ് ആണ് വന്നിരിക്കുന്നത്. ഇവിടെ ഈ ഒരു പോർഷൻ എന്ന് പറഞ്ഞാൽ പിയാനോ ബ്ലാക്കിലാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ പവർ വിൻഡോസിന്റെ സ്വിച്ചസ് കാണാം. അതുപോലെ തന്നെ ഡ്രൈവർ സൈഡിലെ പവർ വിൻഡോ ഓട്ടോ അപ്പ് ഡൗൺ ആണ് വരുന്നത്. ബാക്കി നമുക്ക് ഡൗൺ ലോക്കിന്റെ സ്വിച്ചസ് കാണാം. അതുപോലെ തന്നെ നമുക്ക് മിററിന്റെ സ്വിച്ചസ് ഇവിടെ കാണാൻ പറ്റും കേട്ടോ. ഇതൊരു ലെതർ ഫിനിഷ് ആണ് കൊടുത്തിരുന്നത്. അതുപോലെ മനോഹരമായ സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്. ആ സ്റ്റിച്ച് ഒരു കളർ കൂടെ കൊടുക്കുകയായിരുന്നെങ്കിൽ കുറച്ചുകൂടി നന്നായിരുന്നു എനിക്ക് തോന്നി. എന്തായാലും ഡോർ പാഡിലേക്ക് ബാക്കി ബോട്ടിൽ ഹോൾഡർ, അതുപോലെ നമുക്ക് ഡോക്യുമെന്റ്സ് ഒക്കെ വെക്കാൻ പറ്റിയ ഒരു സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. ഇവിടേക്ക് വരുമ്പോഴത്തേക്കും മ്യൂസിക് സിസ്റ്റത്തിന്റെ സ്പീക്കർ ഇവിടെ വരുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഉള്ളിലേക്ക് കയറി നോക്കാം. നമുക്ക് മെയിനായിട്ട് നമ്മുടെ സ്റ്റിയറിംഗ് വീലാണ് വരുന്നത്. ബോട്ടം ഫ്ലാറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡി ഷേപ്പിലുള്ള ഒരു സ്റ്റിയറിംഗ് വീല് വരുന്നു. അതും ഫുള്ളി ബ്ലാക്ക് ആണ് കൊടുത്തിരിക്കുന്നത്. അതിൽ എന്തായാലും സ്റ്റിയറിംഗ് വീലിന്റെ ആ ഒരു എസ് എന്ന് പറയുന്ന സുസുക്കിയുടെ ലോഗോയുടെ ചുറ്റും ഒരു ക്രോം ഫിനിഷ് അല്ലെങ്കിൽ ഒരു സ്റ്റെയിൻലെസ് ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിലേക്ക് വരുമ്പോഴത്തേന് നമുക്ക് ഇതിന്റെ ഇവിടെ മ്യൂസിക് കൺട്രോൾസും അതുപോലെ തന്നെ ഫോണിന്റെ കൺട്രോൾസും കോൾ എടുക്കാനുള്ള കാര്യങ്ങളൊക്കെ വരുന്നത്. നടുക്കത്തെ ഒരു ടോഗിൾ സ്വിച്ച് വരുന്നുണ്ട്. നമുക്ക് സെന്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ 7 ഇഞ്ച് ടച്ച് സ്ക്രീൻ ആണ് കേട്ടോ വരുന്നത്. അതുപോലെ തന്നെ എ സിയുടെ വെന്റുകൾ കാണാൻ പറ്റും. എ സിയുടെ വെന്റിന്റെ ഒരു ഷേപ്പിൽ ഒരു അലുമിനിയത്തിന്റെ ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചുറ്റും വന്നിരിക്കുന്ന ഒരു ഡാഷ്ബോർഡിലേക്ക് വരുമ്പോഴത്തേക്ക് ഇവിടെ ഒരു ഗ്ലോസി ആയിട്ടുള്ള ഒരു ഫിനിഷ് വന്നിട്ടുണ്ട് കേട്ടോ അലുമിനിയത്തിന്റെ. ക്ലസ്റ്ററിലേക്ക് നോക്കുവാണെങ്കിൽ നമ്മൾ സ്വിഫ്റ്റിൽ കണ്ട അതേ ക്ലസ്റ്ററാണ് വരുന്നത്. സെന്റർ 2 സൈഡിൽ അനലോഗ് വരുന്നു. അതുപോലെ തന്നെ സെന്ററിൽ ചെറിയൊരു ഒരു ഡിജിറ്റൽ വരുന്ന ഒരു ക്ലസ്റ്ററാണ് വരുന്നത്. അതിൽ നമുക്ക് ഡിജിറ്റൽ ഇൻഫർമേഷൻ ആവറേജ് ഫ്യൂൽ എക്കണോമി ഇപ്പോൾ കാണിക്കുന്നുണ്ട്. എന്തായാലും 15.5 ആണ് ഇവർ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഒരു ഫ്യൂൽ എക്കണോമി കാണിക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് സെന്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ 7 ഇഞ്ച് ടച്ച് സ്ക്രീൻ വരുന്നു. എ സിയുടെ കൺട്രോൾസ് ഞാൻ ആദ്യം പറഞ്ഞു. അതുപോലെ എ സിയുടെ യൂണിറ്റ് ഇവിടെയാണ് കേട്ടോ വരുന്നത്. ഇവിടെ വരുമ്പോഴത്തേക്ക് നമുക്ക് എ സിയുടെ ഓൺ ഓഫ്, ഓട്ടോ, അതുപോലെ തന്നെ ഫ്രണ്ട് ഡ്രയർ അങ്ങനെയുള്ള കാര്യങ്ങൾ, ഡിഫോഗറിന്റെ കാര്യങ്ങൾ. അതുപോലെ തന്നെ ഇത് നമുക്ക് ഫാനിന്റെ സ്പീഡ് ടോഗിൾ സ്വിച്ച് ആണ്. നമ്മുടെ സ്വിഫ്റ്റ് നമ്മുടെ ഏറ്റവും പുതിയ 24 മോഡൽ സ്വിഫ്റ്റിൽ നമ്മൾ കണ്ട സെയിം ആ ഒരു യൂണിറ്റ് ആണ് കേട്ടോ ഇതിൽ വരുന്നത്. ഇതും ടോഗിൾ സ്വിച്ച് ആണ് വരുന്നത്. ടെമ്പറേച്ചർ കൂട്ടാനും കുറയ്ക്കാനുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നു. അതുപോലെ തന്നെ ഇത് ഫാനിൻ്റെതാണ്. ഇത്തരം കാര്യങ്ങളൊക്കെ കാണുന്നത്. പിന്നെ ഇങ്ങോട്ട് നമുക്ക് സെൻട്രൽ കൺസോളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു USB പോർട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ആ 12 വോൾട്ടിന്റെ ആ പോയിന്റ് വരും. നമ്മുടെ സെയിം സുസുക്കി സ്വിഫ്റ്റിൽ നമ്മൾ കണ്ട ഒരു കാര്യങ്ങൾ. അതുപോലെ തന്നെ ഇതാണ് കേട്ടോ സ്വിച്ച് അല്ലെങ്കിൽ നമ്മുടെ കീ വരുന്നത്. കീലെസ് എൻട്രി ആണ് വാഹനത്തിന് വരുന്നത്. ഇതാണ് കീ വരുന്നത്. സ്പെയർ കീ എന്ന് പറയുന്നത് സെയിം സാധനമാണ്. 2 കീ വരുന്നത്. രണ്ടും ഒരേപോലത്തെ കീകളാണ് നമ്മൾ സ്വിഫ്റ്റിൽ കാണിച്ചിരുന്നു. സെയിം കീ ആണ് വരുന്നത്. അതുപോലെ തന്നെ ഇവിടെ 2 ബോട്ടിൽ ഹോൾഡർ വരുന്നു. ഇത് ഓട്ടോമാറ്റിക് വേരിയന്റ് ആണ് കേട്ടോ വരുന്നത്. ഓട്ടോമാറ്റിക് വേരിയന്റ് നമ്മൾ മാനുവൽ വേരിയന്റ് നമ്മൾ നോക്കിയിട്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല. എന്തായാലും നമ്മൾ കല്യാണത്തിന് വന്നതോടുകൂടി നമുക്ക് കിട്ടിയ ഒരു വാഹനമാണ്, നമ്മുടെ ഫ്രണ്ടിന്റെ വാഹനമാണ്. അദ്ദേഹത്തെ ഞാൻ വിളിക്കാം. യൂസർ റിവ്യൂ നമുക്ക് എടുക്കാം. പുള്ളിക്കാരനോട് തന്നെ നമുക്ക് ചോദിക്കാം. ഇത് മാനുവൽ അല്ല, ഓട്ടോമാറ്റിക് ആണ് വേരിയന്റ് വരുന്നത്. സെൻട്രൽ കൺസോളിലേക്ക് വരുമ്പോഴത്തേക്കും ഗിയറിന്റെ കാര്യങ്ങൾ വരുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഒരു ഹാൻഡ് ബ്രേക്ക് വരുന്നു. അതുപോലെ തന്നെ ഇതെന്ന് പറഞ്ഞാൽ സ്ലൈഡിംഗ് ആയിട്ടുള്ള ആംബ്രസ്റ്റ് ആണ് വരുന്നത്. ഒരു ബ്ലാക്ക് ലെതറൈറ്റ് ഫിനിഷ് ആണ് വന്നിരിക്കുന്നത് കേട്ടോ. ഉള്ളിലേക്ക് വന്നു കഴിയുമ്പോൾ ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. എന്തായാലും പുള്ളിയുടെ പെണ്ണുമ്പിള്ളയുടെ ലിപ്സ്റ്റിക്കും കാര്യങ്ങളൊക്കെ അതിൻ്റെ തിരിപ്പുണ്ട്. അതൊക്കെ അവിടെ ഇരിക്കട്ടെ. എല്ലാവരും ഇവിടെ കല്യാണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ മേക്കപ്പിനുള്ള സാധനങ്ങളൊക്കെ അതിനകത്ത് വെച്ചിരിക്കുകയാണ്. പിന്നീട് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ സീറ്റിന്റെ കാര്യങ്ങൾ പറയാം. സീറ്റ് വരുമ്പോഴത്തേക്കും ഫാബ്രിക് ആണ് കേട്ടോ അപ്പോൾസ്റ്റർ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഹെഡ് റെസ്റ്റ് നമ്മൾ സ്വിഫ്റ്റിൽ കണ്ട അതേപോലെ തന്നെ വലിപ്പമുള്ള ഹെഡ് റെസ്റ്റ്, അതേ സെയിം സീറ്റാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഫാബ്രിക് എന്ന് പറയുമ്പോഴത്തേക്കും ബ്ലാക്കും അതുപോലെ തന്നെ ഒരു നേവി ബ്ലൂവിന്റെ ഒരു കോമ്പിനേഷനുള്ള ഒരു ഡ്യുവൽ ടോണിൽ വരുന്ന ഒരു ടൈപ്പ് സ്വിച്ച് ആണ് കേട്ടോ. അല്ല, സീറ്റാണ് വരുന്നത്. ആ ഒരു സീറ്റിന്റെ ഫിനിഷ് വന്നിരിക്കുന്നത്. സൈഡ് സപ്പോർട്ടൊക്കെ നല്ല രീതിയിൽ വിങ്സ് ഒക്കെ കൊടുത്തിട്ടുള്ള മനോഹരമായ സീറ്റുകളാണ് വന്നിരിക്കുന്നത് കേട്ടോ. നമ്മൾ ഇങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ നമുക്ക് വൈസർ വരുന്ന അല്ലെങ്കിൽ സൺഷെയ്ഡ് ഇതിന്റെ വൈസർ വരുന്നതായിരുന്നു. ഇവിടെ നമുക്ക് വാനിറ്റി മിററൊന്നും വരുന്നില്ല. നമുക്ക് സെൻട്രലിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് മിറർ അല്ലാത്ത 2 ലൈറ്റ്സ് വരുന്നു, ലാംപ്സ് വരുന്നു. ലാമ്പിന്റെ അവിടെ തന്നെയാണ് 2 ലാമ്പുകൾ വരുന്നുണ്ട്. അതുപോലെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ വാനിറ്റി മിറർ വരുന്നുണ്ട്. ഡ്രൈവർ സൈഡിലേക്ക് എന്തായാലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും മിററൊന്നും കൊടുത്തിട്ടില്ല. ചില വാഹനങ്ങളിൽ നമ്മൾ ഡ്രൈവർ സൈഡിലും മിററുകൾ വരാറുണ്ട് കേട്ടോ. അതുപോലെ തന്നെ സെൻട്രലിലേക്കൊന്ന് IRBM വരുന്നുണ്ട്. ഓട്ടോ അല്ല, മാനുവലി ഡിം ചെയ്യാവുന്ന IRBM ആണ് കേട്ടോ വരുന്നത്. അത് ഗ്ലാസ്സിൽ അവിടെ മൗണ്ട് ചെയ്തിരിക്കുന്നു. സെൻട്രലിലേക്ക് നമ്മൾ സെൻട്രൽ കൺട്രോളിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു.
നമുക്ക് സ്റ്റോറേജ് സ്പേസ് ഗ്ലോ ബോക്സ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം സ്പേസ് ഉള്ള ഗ്ലോ ബോക്സ് ആണ് വരുന്നത്. ഓവറായിട്ട് സ്പേസ് ഒന്നുമില്ല. അതുപോലെ AC വെന്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ സൈഡായിട്ട് ഒരു ഗാർണിഷ് എന്ന് പറഞ്ഞ പോലെ ഒരു പിയാനോ ബ്ലാക്കിലുള്ള ഒരു ബോർഡർ ലൈൻ അല്ലെങ്കിൽ ആ ഒരു നമ്മുടെ ടെയിൽ ലാമ്പിൽ കണ്ട ഒരു C ഷേപ്പ് അതിലും കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ ഒരു ആഷ് കളർ അല്ലെങ്കിൽ ഒരു അലൂമിനിയം ഷെയ്ഡിൽ വരുന്ന ഒരു ഫിനിഷ് ഇവിടെ വന്നിട്ടുണ്ട്. ഇവരെന്തായാലും യൂസ് ചെയ്തപ്പോൾ എന്തോ പറ്റിയതാണ്. അതിന്റെ പെയിന്റ് ഒക്കെ ഇളകി പോയിട്ടുണ്ട്. അതിന്റെ പെയിന്റ് എല്ലാം പോയപ്പോൾ നമുക്ക് അതിന്റെ അടി കാണാൻ പറ്റും. പിയാനോ ബ്ലാക്ക് ആണ് വരുന്നത്. അപ്പോൾ പിയാനോ ബ്ലാക്കിന്റെ മെറ്റീരിയലിനെ പെയിന്റ് അടിച്ച് കയറ്റിയതായിരിക്കും നോക്കിയാറും കമ്പനിക്കാർ. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ ഈ വേരിയന്റിലേക്ക് വരുമ്പോഴത്തേക്കും ഈ ഒരു ബോർഡർ ഈ 7 ഇഞ്ചിന്റെ സ്ക്രീനാണ് വരുന്നത്. അപ്പോൾ അതിന് ചുറ്റും ഈ ഒരു ബോർഡർ ചെയ്ത് വെച്ചിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഈ മാരുതിയുടെ വണ്ടികളിലൊന്നും അത്രയ്ക്ക് അങ്ങ് പിടിക്കാത്തൊരു സാധനമാണ് കേട്ടോ. ഇത് ഒന്നിലെ ഈ സാധനം മാത്രം കൊടുത്താൽ മതിയായിരുന്നു. ഇത് ഇത്രയും വലിയൊരു യൂണിറ്റ് ആയിട്ട് കൊടുത്തിട്ട് ഇതിനൊരു കവർ ചെയ്ത് വെച്ചിരുമ്പോൾ ഒരുപാട് കളിപ്പാട്ടം പോയി വെച്ചേക്കുന്ന ഒരു ഫീലാണ് കാണുമ്പോൾ. അല്ലെങ്കിൽ ഇതിനൊരു ഗ്ലോസി ബ്ലാക്ക് അല്ലെങ്കിൽ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷ് ഇതിന് കൊടുത്തിരുന്നെങ്കിൽ കുറച്ചുകൂടി മനോഹരമായിട്ട് ഇത് ഫീൽ ചെയ്തേനെ. എന്തായാലും ആ ഒരു സ്മാർട്ട് പ്രോ എന്ന് പറയുന്ന ഒരു ടച്ച് സ്ക്രീൻ സിസ്റ്റമാണ് ഇതിൽ വന്നിരിക്കുന്നത്. നമ്മൾ സ്വിഫ്റ്റിൽ കണ്ട അതേ ടച്ച് സ്ക്രീൻ സിസ്റ്റം 9 ഇഞ്ചിൻ്റെ അത് കൊടുത്തിട്ട് ഫുൾ സൈസ് ആക്കി കൊടുക്കുകയോ അല്ലെങ്കിൽ ഈ ഒരു യൂണിറ്റിന് ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷും കൂടെ കൊടുത്തിരുന്നെങ്കിൽ കൂടുതലും മനോഹരമായിരുന്നേനെ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നിങ്ങളുടെ അഭിപ്രായം എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണം കേട്ടോ. എനിക്ക് തോന്നുന്നു സ്വിഫ്റ്റിന്റെ ആ ഒരു ZXi വേരിയന്റ് അല്ലെങ്കിൽ ടോപ്പ് എൻഡ് വേരിയന്റ് വരുന്നതിന്റെ ഒരു പ്രൈസിലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഈ മിഡ് വേരിയന്റ് അല്ലെങ്കിൽ തേർഡ് വേരിയന്റ് എന്ന് പറയുന്ന ഈ സീറ്റ വേരിയന്റ് വരുന്നത് കേട്ടോ ബലനോയുടെ. അപ്പൊ ഈ ബലനോയിലെ ഓപ്ഷൻസ് ആണ് കുറച്ചുകൂടി സ്വിഫ്റ്റിലേക്കാളും കൂടുതൽ ഇതിന് ഇഷ്ടപ്പെടുന്നവർക്ക് കുറച്ചുകൂടി സ്പേഷ്യസ് ആണ് എനിക്ക് തോന്നുന്നു. ബൂട്ടിന്റെ കാര്യമാണെങ്കിൽ 265 ലിറ്റർ ആണ് സ്വിഫ്റ്റിന് വരുന്നത്. ഇതിലേക്ക് വരുമ്പോഴത്തേക്കും 318 ലിറ്റർ ആണ് ബൂട്ട് സ്പേസ് വരുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിന്റെ മ്യൂസിക് സിസ്റ്റവും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. 4 സ്പീക്കറാണ് വരുന്നത്. അതുപോലെ 4 ഡോറിൽ സ്പീക്കറുകൾ വരുന്നുണ്ട്. അതുപോലെ സീറ്റ വേരിയന്റ് ആണ് കേട്ടോ ഇത്. ആൽഫ വേരിയന്റിലേക്ക് വരുമ്പോഴത്തേക്കും ട്വിറ്ററും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെന്നാണ് തോന്നുന്നത്. അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ പറയാം. നമുക്ക് ഇതിനകത്ത് കാണുന്ന ഡേറ്റാസ് എന്നൊക്കെ നോക്കാം. ഇതിനകത്ത് നമുക്ക് കിട്ടുന്നത് ഡ്രൈവിംഗ് ടൈം 99 മണിക്കൂർ 59 മിനിറ്റ് 59 സെക്കൻഡ്. അതായത് 1 മിനിറ്റും 1 സെക്കൻഡും കൂടെ ഒരു സെക്കൻഡ് കൂടെ കഴിഞ്ഞ് നേരെ 60 മിനിറ്റിലേക്ക് അല്ലെങ്കിൽ 100 മണിക്കൂറിലേക്ക് കയറുന്ന വണ്ടിയാണ് കേട്ടോ. 100 മണിക്കൂർ കൊണ്ട് ഇവർ 3236 കിലോമീറ്റർ ഓടിച്ചിട്ടുണ്ട് ഈ വണ്ടി. ഇങ്ങനെയുള്ള ഡേറ്റാസ് അല്ലെങ്കിൽ ഇതിനകത്ത് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ടോട്ടൽ ഐഡിയൽ സ്റ്റോപ്പ് ടൈം എന്ന് പറഞ്ഞാൽ 2 മണിക്കൂർ 42 മിനിറ്റ്. അങ്ങനെയുള്ള ഐഡിയൽ ഫ്യൂവൽ സേവ് എന്ന് പറഞ്ഞാൽ 1218 ml ഫ്യൂവൽ സേവ് ചെയ്തിട്ടുണ്ടെന്നുള്ള ഡീറ്റെയിൽസ് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് ടൈമിൻ്റെ ആണ്. അതുപോലെ മോഷൻ ഫ്രണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ, ടോർക്ക് പവർ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ബ്രേക്കിൻ്റെ കാര്യങ്ങൾ ഇങ്ങനെ കുറേ എല്ലാം വരുന്നു. അതുപോലെ ഇതിന് ശേഷം കാണിക്കുന്ന ആവറേജ് ഫ്യൂവൽ എക്കണോമിയാണ്. ഇവർ ഈ 3236 കിലോമീറ്റർ ഓടിയിരുന്നതിൽ ഇവർ ഈ റേഞ്ച് കാണിച്ചിരിക്കുന്ന 47 കിലോമീറ്റർ. അപ്പോൾ ഈ ലാസ്റ്റ് 47 കിലോമീറ്റർ ഓടിയിരിക്കുന്നതിൻ്റെ ഒരു ആവറേജ് ഫ്യൂൽ എക്കണോമിയാണ് കാണിച്ചിരിക്കുന്നത്. 15.5 കിലോമീറ്റർ ആണ് ഫ്യൂൽ എക്കണോമി ആവറേജ് ആയിട്ട് കിട്ടിയിരിക്കുന്നവർക്ക്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കേട്ടോ നമുക്ക് നമ്മുടെ ഈ ഡിജിറ്റൽ ഡിസ്പ്ലേയിൽ കാണാൻ പറ്റുന്നത്. അപ്പോൾ ആവറേജ് ഒരു ഫ്യൂൽ എന്ന് പറഞ്ഞാൽ 15.5 കിലോമീറ്റർ ആണ്. കമ്പനി അവകാശപ്പെടുന്ന കാര്യങ്ങൾ അത്രയും നോക്കിയിട്ടില്ല കേട്ടോ. ഇനി നമുക്ക് എന്തായാലും ഇതിന്റെ ഓണറെ ഒന്നും വിളിച്ചിട്ടില്ല. അദ്ദേഹത്തിന് എന്തൊക്കെയാണ് ഫീൽ ചെയ്തല്ലേ, പുള്ളിക്ക് എന്തുകൊണ്ടാണ് ഈ വാഹനം എടുത്തത്, അവരെന്താണ് ഇങ്ങനെ ഒരു വാഹനം ബലനയിലേക്ക് പോകാനുള്ള കാര്യം അല്ലെങ്കിൽ അവർക്ക് യൂസർ എക്സ്പീരിയൻസ് എന്താണെന്നുള്ള കാര്യമൊന്നും ചോദിക്കാം. ആണെങ്കിലും പെണ്ണുമ്പളുടെ മിറർ കൊണ്ട് നടക്കുന്നുണ്ട്. എന്തായാലും പുള്ളിക്കൊരു ഹാറ്റ്സ് ഓഫ്. നല്ലതായിട്ട് വൈഫിനെ കെയർ ചെയ്യുന്ന ഒരു മനുഷ്യൻ. അപ്പം നമുക്ക് ഡോർ പാഡിലേക്ക് നോക്കി കഴിഞ്ഞാൽ സെയിം സംഭവങ്ങളാണ്. ലെതറൈറ്റ് ഫിനിഷ്, അതുപോലെ തന്നെ പിയാനോ ബ്ലാക്കിൻ്റെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ക്രോം ഫിനിഷുള്ള ഹാൻഡിൽ, ബ്ലാക്ക് ആൻഡ് പ്ലസ് അങ്ങനെ വരുന്ന ഒരു സംഭവമാണ്. അപ്പം ഞാൻ തന്നെയാണ് ഫ്രണ്ടിൽ ഇരുന്നത്. എൻ്റെ ആ ഒരു ഡ്രൈവിംഗ് ആ ഒരു ഇതിലാണ് ഫ്രണ്ടിലെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിനുശേഷം ഞാൻ ബാക്കിലേക്ക് ഇരിക്കുമ്പോൾ എനിക്ക് മാക്സിമം നല്ല രീതിയിൽ പാട്ടും പാടി ഇരിക്കാനുള്ള ലെഗ് സ്പേസ് ഉണ്ട് കേട്ടോ വണ്ടിക്ക്. അത്രയ്ക്ക് നല്ല സ്പേസ് ആയിട്ടാണ് വണ്ടി ഇരിക്കുന്നത്. ഞാൻ എന്നെ നോർമൽ ഡ്രൈവ് ചെയ്ത് ഞാനിപ്പോൾ വാഹനമുണ്ട്. എനിക്ക് 5 അടി 9 ഇഞ്ച് ഹൈറ്റുള്ള മനുഷ്യനാണ് ഞാൻ. അപ്പോൾ ഞാൻ ഓടിച്ചു വെച്ചതിന് ശേഷം നമ്മളിരിക്കുന്ന ഒരു വ്യൂ ആണ് കേട്ടോ ഇത്. അതുപോലെ തന്നെ ഹെഡ് റെസ്റ്റ് വരുന്നുണ്ട്. ബാക്കിലേക്ക് 3 ഹെഡ് റെസ്റ്റ് വരുന്നുണ്ട്. ഒന്ന് ചെറുതാണ്, പിള്ളേർക്കുള്ളതാണ്. അതുപോലെ തന്നെ ബാക്കി 2 ഹെഡ് റെസ്റ്റ് വരുന്നുണ്ട്. പക്ഷേ ഹെഡ് റെസ്റ്റ് മാക്സിമം പോകുമ്പോഴത്തേക്ക് പിന്നെ ഇവിടെ 1 ഇഞ്ച് ഗ്യാപ്പാണ് നമുക്ക് റൂഫ് ഹൈറ്റിലേക്ക് വരുന്നത്. പക്ഷേ നമുക്ക് ഇതിവിടെ ഇങ്ങനെ ഒരു സ്ലോപ്പ് ചെയ്തിരിക്കുന്നത്. കാരണം റൂഫ് ഹൈറ്റ് അത്യാവശ്യം എനിക്കൊരു 4 ഇഞ്ച് 3 ഇഞ്ച് 4 ഇഞ്ചോളം ഹൈറ്റ് കിട്ടുന്നത്. അപ്പോൾ റൂഫിൻ്റെ കാര്യത്തിലും കുഴപ്പങ്ങളൊന്നുമില്ല. അതുപോലെ തന്നെ ഇവിടെ ഒരു ഹാൻഡിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ബാക്കിൽ നോക്കി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല വ്യൂ കിട്ടുന്ന ഒരു ഗ്ലാസ് വരുന്നുണ്ട്. ഇവിടെ ഒരു ക്വാർട്ടർ പാനൽ അല്ലെങ്കിൽ ഈ സൈഡിലേക്ക് വരുമ്പോൾ ഒരു ക്വാർട്ടർ പാനൽ ചെറിയ ഗ്ലാസ് വരുന്നുണ്ട്. എന്നിട്ട് യൂസ് ഒന്നും ഇല്ലാത്തൊരു സാധനമാണ്. പക്ഷേ അതൊരു മനോഹാരിതയ്ക്ക് വേണ്ടിയിട്ട് വെച്ചിരിക്കുന്നതായിരിക്കും. എന്തായാലും സീറ്റ് വരുന്നതെന്ന് പറഞ്ഞാൽ ബ്ലാക്ക് സീറ്റുകളാണ് വരുന്നത്. ഫാബ്രിക്കാണ് വന്നിരിക്കുന്നത്. ലെതറൈറ്റ് ഫിനിഷ് ഒന്നും വരുന്നില്ല. ആംബ്രസ്റ്റ് വരുന്നില്ല ബാക്കിലേക്ക് അല്ലെങ്കിൽ സെൻറ്ററിൽ വരുന്ന ആംബ്രസ്റ്റും കാര്യങ്ങളൊന്നും വരുന്നില്ല കേട്ടോ. പിള്ളേരൊക്കെ ആയിട്ട് നടക്കുന്ന ആൾക്കാരാണ്. ബിസ്ക്കറ്റിൻ്റെ ബാക്കി കിടപ്പുണ്ട്. എന്തായാലും ഇങ്ങനെയൊക്കെയാണ് ബാക്കിലേക്ക് വരുന്നത്. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ റെയർ AC വെന്റുകൾ വരുന്നുണ്ട്. റെയർ AC വെന്റ് അത്യാവശ്യം നല്ല പവറുള്ള AC കാര്യങ്ങളൊക്കെ ബാക്കിലേക്കും വരുന്നുണ്ട്. അതിൻ്റെ കൺട്രോളും കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നു. അതുപോലെ തന്നെ താഴത്തേക്ക് നമ്മൾ ആ സ്വിഫ്റ്റിൽ കണ്ട അതേ സ്വിഫ്റ്റിൽ, പക്ഷേ എനിക്ക് തോന്നുന്നു ഈ യൂണിറ്റിന് ഒരു അല്പം കൂടി വലിപ്പം ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഈ ഒരു റെയർ ACയുടെ കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെ 2 ചാർജിങ് പോയിന്റുകളിലൂടെ വരുന്നുണ്ട് കേട്ടോ.
2 ചാർജിങ് പോയിന്റുകൾ വരുന്നുണ്ട്. ഇപ്പോൾ എല്ലാ വാഹനത്തിലും വരുന്നുണ്ട്. അതുപോലെ സ്വിഫ്റ്റിൽ നമ്മൾ ഈ ആംബ്രസ്റ്റ് ഇല്ലാത്ത കാരണം ഇവിടെ ആയിരുന്നു ആ ഒരു പോക്കറ്റ് ഉണ്ടായിരുന്നു മൊബൈൽ ഹോൾഡ് ചെയ്യാൻ. ഇത് നമുക്ക് ഇവിടെ പക്ഷേ മൊബൈൽ ഹോൾഡ് ചെയ്യാൻ പറ്റില്ല. ഒരു മൊബൈൽ അവിടെ ഇരിക്കില്ല കേട്ടോ, ഇരിക്കും, പക്ഷേ സെൻറ്ററിൽ ആരെങ്കിലും ഇരുന്ന് കഴിഞ്ഞാൽ നടക്കില്ല. ഇതുണ്ടോ, ഒരു മൊബൈലിൻ്റെ ഇത്രയും ഭാഗം മാത്രമാണ് ഉള്ളിൽ പോകുന്നത്. അങ്ങനെ ഒരു ചെറിയ കാര്യമുണ്ട്. അപ്പോൾ ഇത് മൊബൈൽ നമ്മൾ ചാർജ് ചെയ്ത് ഒന്നിൽ ഇവിടെ വെച്ചോണ്ടിരിക്കണം, അല്ലെങ്കിൽ കൈ പിടിച്ചോണ്ടിരിക്കണം, അല്ലെങ്കിൽ ഇവിടെ വെക്കാൻ പറ്റില്ല. ആ ഒരു പോക്കറ്റ് അവിടെ സ്പേസ് ഇല്ല എന്ന് തന്നെ വേണം പറയാൻ. അതുപോലെ തന്നെ നമുക്ക് സീറ്റിൻ്റെ ബാക്കിൽ ഇവിടെ വരുന്നില്ല. ഈ ഒരു കോ ഡ്രൈവറിൻ്റെ സീറ്റിൻ്റെ ബാക്കിൽ മാത്രമാണ് ഒരു പോക്കറ്റ് വരുന്നത്. നമുക്ക് ഡ്രൈവറിൻ്റെ സീറ്റിൻ്റെ ബാക്കിൽ പോക്കറ്റ് വരുന്നില്ല. ഈ ഒരു സംഭവം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ സ്വിഫ്റ്റിൻ്റെ കാര്യത്തിലും പറഞ്ഞിരുന്നു, ഭയങ്കര സൈസുള്ള ഹെഡ് റെസ്റ്റുകളാണ്. ഇത്രയും വലിയ തലയുള്ള ആനത്തലയോളം എന്നൊക്കെ പറഞ്ഞ് നമുക്ക് തലയുള്ളവന്മാരൊക്കെ ഉണ്ടോയെന്ന് എന്തായാലും സുസുക്കി തന്നെ ആലോചിക്കിട്ട് ഇത്രയും വലിയ സാധനമൊന്നും വരുന്നില്ല. ഇവിടെ പിന്നെ നമുക്ക് എന്ന് വെച്ചാൽ റൂഫിൽ ഒരു റീഡിംഗ് ലാമ്പ് വരുന്നുണ്ട്. ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ വേറെ റൂഫിൽ കാര്യങ്ങളൊന്നുമില്ല. ബാക്കിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്ക് നമുക്കിവിടെ ഒരു ട്രേ വരുന്നുണ്ട്. നമുക്ക് സ്റ്റോറേജ് അല്ലെങ്കിൽ ഒരു ട്രേ ഇവിടെ വരുന്നു. ഇത്രയൊക്കെയാണ് നമുക്ക് സെക്കൻഡ് റോയിൽ കാര്യങ്ങൾ പറയാനുള്ളത് കേട്ടോ. ഇതിൻ്റെ ഓണറോട് തന്നെ റിവ്യൂവും കാര്യങ്ങളൊക്കെ ചോദിക്കാനുണ്ട്. അദ്ദേഹം ഈ വണ്ടി എടുക്കാനുള്ള കാരണം എന്താണ്, ഈ വണ്ടി എടുത്തിട്ട് എങ്ങനെയുണ്ട്, ഇതിൻ്റെ റിവ്യൂ ചോദിക്കാം. 3200 കിലോമീറ്ററാണ് ഓടിയിരിക്കുന്നത്. എത്ര നാളായി വണ്ടി എടുത്തിട്ട്? ഒരു മാസമായിട്ടുള്ളൂ. ഒരു മാസം കൊണ്ട് 3000 കിലോമീറ്റർ ഓടിച്ചു. ഫ്യൂൽ എക്കണോമി കാര്യങ്ങളൊക്കെ ഞങ്ങൾ നോക്കി 15.5 ലിറ്റർ ആണ് കാണിക്കുന്നത്. കമ്പനി എത്രയാണ് അവകാശപ്പെടുന്നത്? അല്ലെ പറഞ്ഞിരുന്നത് 22 കിട്ടുമെന്നാണ്. അത് നമ്മൾ 2-3 സർവീസ് ഒക്കെ കഴിഞ്ഞിട്ട് വണ്ടി ഒരു സർവീസ് കഴിയുമ്പോഴായിരിക്കും അതിന്റെ ഒരു മാക്സിമം അതിലേക്ക് കിട്ടാൻ പോകുന്നത്. അപ്പം ഇതിന് മുമ്പ് യൂസ് ചെയ്തിരുന്ന വാഹനം ഏതായിരുന്നു? ഗ്രാൻഡ് ഐറ്റൺ ആയിരുന്നു. ഐറ്റൺ കൊടുത്തിട്ട് ഇതിലേക്ക് മാറാനുണ്ടായ സാഹചര്യം, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ബലനോ തിരഞ്ഞെടുക്കാൻ ഒരു മൈൻഡ് തോന്നിയത്? ബലനോ നമുക്ക് പിന്നെ ഞങ്ങൾ ഉദ്ദേശിച്ചത് പിന്നെ നമുക്കിപ്പോൾ ഒരു സുസുക്കിയുടെ വണ്ടി എടുത്താൽ കൊള്ളാമെന്നൊരു ഇത് തോന്നി. അത് മാത്രമല്ല നമ്മളൊരു പിന്നെ ഒരു ഓട്ടോമാറ്റിക് വണ്ടി ഉപയോഗിക്കണം എന്നൊരു താല്പര്യം. അത് ആദ്യം നമ്മൾ ഐറ്റം യൂസ് ചെയ്യുന്ന സമയത്ത് മാനുവലായിരുന്നു. അപ്പോൾ അത് നമ്മൾ ഇത് പിന്നെ ഓട്ടോമാറ്റിക് എന്നൊരു കോൺസെപ്റ്റിലേക്ക് വന്നപ്പം നമ്മൾ ഈ ബലാനോ എന്ന ഒരു വണ്ടിയിലേക്ക് എത്തിയത് നമുക്കൊരു വീട്ടിൽ ഇപ്പം വൈഫിനാണെങ്കിലും ലേഡീസിനൊക്കെ ഉപയോഗിക്കാൻ പറ്റണം എന്നൊരു ഇതിലേക്ക്, യൂസർ ഫ്രണ്ട്ലി ഒന്ന്, അതുപോലെ തന്നെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി എക്കണോമിക് കാര്യങ്ങളെല്ലാം നമ്മൾ നോക്കണം. നമ്മൾ മെയിൻ ആയിട്ടെന്ന് പറഞ്ഞാൽ വാഹനങ്ങൾ നമ്മൾ മാരുതിയുടെ സെലക്ട് ചെയ്യുന്ന എല്ലാവരും തന്നെ നോക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒന്ന് ബഡ്ജറ്റ്, മറ്റൊന്ന് ഫ്യൂൽ എക്കണോമി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. ഇതിന്റെ ഒരു മൈലേജും കാര്യങ്ങളൊക്കെ തന്നെയാണ് എല്ലാവരും തന്നെ മാരുതിയുടെ വാഹനങ്ങളിലേക്ക് പോകാനുള്ള കാര്യങ്ങൾ മെയിൻ ആയിട്ട്. കാരണം നമ്മൾ ഈ സാധനം കൊണ്ട് റേസിംഗിനൊന്നും പോകുന്ന ആൾക്കാരല്ല. റേസിംഗിന് പോകേണ്ടവരാണ് മറ്റേ 5 സ്റ്റാർ ഉള്ളതും ഇങ്ങനെയുള്ള കാര്യങ്ങളും. പക്ഷേ റേസിംഗ് മാത്രമല്ല കേട്ടോ, അത് സേഫ്റ്റിയാണ്. നമ്മൾ അങ്ങോട്ട് പോയില്ല ഇങ്ങോട്ട് വരാനുള്ള കാര്യങ്ങളൊക്കെ വരാനുള്ള വഴി തെങ്ങിലാന്ന് പറഞ്ഞാൽ നമുക്ക് വരികയും ചെയ്യും, അത് വേറെ കാര്യം. പക്ഷെ എല്ലാവരും തന്നെ മാരുതിയുടെ വാഹനങ്ങൾ സെലക്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ 2 കാര്യങ്ങളാണ്. കോസ്റ്റ് എഫക്റ്റീവ് ആണ്, അതുപോലെ മൈലേജ് ആണ് മെയിൻ 2 റീസൺ. അപ്പൊ ഇത് 2 റീസെയിൽ വാല്യൂ ആണ്. മാരുതിയുടെ വണ്ടിക്ക് എപ്പോഴും ഒരു റീസെയിൽ വാല്യൂ ഉണ്ടാവും. ബാക്കിയുള്ള വാഹനങ്ങളെ അപേക്ഷിച്ച് നമ്മൾ നോക്കുമ്പോൾ മാരുതിക്കായിരിക്കും ഒരു റീസെയിൽ വാല്യൂ കൂടുതലായിട്ട്. നമുക്കൊരു 5 വർഷം കഴിഞ്ഞ് വേറെ വണ്ടി എടുക്കണം എന്ന് നമ്മൾ തോന്നുവാണെങ്കിൽ നമുക്ക് ഈ വണ്ടിക്ക് നല്ലൊരു വില കിട്ടാൻ ചാൻസ് ഉള്ളതാണ്. എന്തായാലും നാട്ടിലൊരു വാല്യൂ ഉള്ള വാഹനമാണ് മാരുതിയുടെ. പ്രത്യേകിച്ച് ബലനോ പോലുള്ള വാഹനങ്ങൾ. നമ്മൾ എറണാകുളത്ത് ഞങ്ങളെല്ലാവരും ഒന്നിച്ച് ജോലി ചെയ്തവരാണ് കേട്ടോ. ഞങ്ങൾ ഒരു കല്യാണത്തിന് വന്നപ്പോഴാണ് ഈ വാഹനം കിട്ടിയതും കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. അപ്പോൾ ഞങ്ങൾ കാക്കനാട് ഇൻഫോ പാർക്കിന്റെ അടുത്ത് വർക്ക് ചെയ്യുന്ന സമയത്താണ് അവിടെ ഒരു പണ്ട് ബലനെ ഒരു തകിടം പറഞ്ഞ ഒരു ആക്സിഡന്റ് ഉണ്ടായിട്ടും വണ്ടിക്കൊന്നും പറ്റാത്തൊരു ഒരു ആക്സിഡന്റ് നിങ്ങൾ കാണുന്നവർക്കൊക്കെ ഓർമ്മയുണ്ടാവും. ബലനയാണ് അന്ന്, ഇതുപോലെ ഒരു ബലനയാണ് അന്ന് തലകുത്തി മറിഞ്ഞ് പലവട്ടം ആ ഇൻഫോ പാർക്ക് റോഡിൽ മറിഞ്ഞു വീണു. അപ്പോൾ സേഫ്റ്റിയുടെ കാര്യത്തിൽ ബലനയുടെ കാര്യത്തിൽ നമുക്ക് അത്ര പേടിക്കാനൊന്നും ഇല്ലാതാണ് നമ്മുടെ എല്ലാവരും തന്നെ ഒരു വിശ്വാസം. അതുപോലെ തന്നെ നമ്മൾ പഴയ ഹ്യുണ്ടായുടെ വാഹനത്തിൽ ഐറ്റൺ ഏതായിരുന്നു വാഹനം? ഗ്രാൻഡ് ഐറ്റൺ. അതിൽ നിന്ന് ഇതിലേക്ക് മാറിയപ്പോൾ എന്താണ് ഒരു വ്യത്യാസം? ഡ്രൈവിങ്ങിന്റെ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും? ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഞാൻ ഐറ്റൺ യൂസ് ചെയ്യുന്നത് നമ്മൾ മാനുവൽ ആയിരുന്നപ്പോൾ നമുക്ക് മാനുവലിൽ നിന്ന് നമ്മൾ ഓട്ടോമാറ്റിക്കിലേക്ക് വന്നപ്പോൾ ശരിക്കും നമുക്ക് ആ ഒരു ഡിഫറൻസ് നന്നായിട്ട് ഫസ്റ്റ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് നല്ല ഡിഫറൻസ്. പിന്നെ ഭയങ്കര ഡ്രൈവിംഗ് കംഫർട്ടാണ് വണ്ടി. നമുക്ക് ഒരു ലോങ് ഡ്രൈവ് ഒക്കെ പോകുമ്പോൾ ഇപ്പം എത്ര പേരാണെങ്കിലും നമ്മളിപ്പോൾ ഒരു 5 പേര് യാത്ര ചെയ്താലും നമുക്ക് സുഖമായിട്ട് എല്ലാവർക്കും ബാക്കിൽ ലെഗ് സ്പേസ് ഒക്കെ നല്ല ഉണ്ട്. അപ്പം നമുക്ക് നല്ല കംഫർട്ടായിട്ട് യാത്ര ചെയ്യാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഞാൻ മറ്റേ വണ്ടി ഗ്രാൻഡ് ഐറ്റണിൽ നിന്ന് ഇങ്ങോട്ട് മാറിയപ്പോൾ നമുക്ക് ഡ്രൈവിംഗ് കംഫർട്ടാണ് ഏറ്റവും പറയാൻ. പിന്നെ മൈലേജ് നല്ല രീതിയിൽ ഇപ്പം ഫസ്റ്റ് സർവീസ് കഴിഞ്ഞിട്ടേ ഉള്ളൂ, എന്നിട്ട് തന്നെ നമുക്ക് 15 കിട്ടുന്നുണ്ട്. ഇനിയൊരു സെക്കൻഡ് തേർഡൊക്കെ ആകുമ്പോൾ തന്നെ നമുക്കൊരു 18-20 കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കുന്നു. ഫസ്റ്റ് സർവീസ് എത്ര കിലോമീറ്റർ ആണ്? ഫസ്റ്റ് സർവീസ് നമുക്ക് 1000 കിലോമീറ്റർ. അതിന് എത്ര കോസ്റ്റ് ആയിട്ടുണ്ടാവും? ഫ്രീ കോസ്റ്റ് ആണ് നടക്കുന്നത്. അതെ. എത്ര സർവീസുകളാണ് ഫ്രീ ഓഫ് കോസ്റ്റ്? 3 സർവീസ് ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. ഇത് സീറ്റ വേരിയന്റ് ആണ്. അപ്പൊ ഇത് ഓൺ റോഡ് പ്രൈസ് എത്രയായി? 10-20.
10-20 ഇൻക്ലൂഡിംഗ് ആക്സസറീസ് ആണോ അതെയോ എല്ലാം ഉൾപ്പെടെ ആക്സസറീസിന്റെ എത്ര വന്നിട്ടുണ്ട്? ഏകദേശം ഒരു 15 രൂപ അടുത്ത് വന്നു. 15 രൂപ അടുത്ത് വന്നിട്ടുണ്ട്. നമ്മൾ ഔട്ട് സൈഡ് കണ്ടിരിക്കുന്നത് അകത്തൊന്നും ആക്സസറീസ് വന്നിട്ടില്ലല്ലോ, മാറ്റ് വന്നിട്ടുണ്ട്. അതിന് 3000 രൂപ ആ റേഞ്ച് ആയിരിക്കും. ബാക്കി പുറത്തുനിന്ന് ഫോഗ് ലാമ്പിന്റെ ഗാർണിഷ്, ഡോർ ക്ലാഡിങ്, ഇങ്ങനെയുള്ള ഗാർണിഷ് നമുക്ക് ഓൾറെഡി ഇതിന്റെ അകത്തുള്ളതാണ്, ഇൻക്ലൂഡിംഗ് ആണ്. അതെ, പക്ഷെ ആ ഫോഗ് ലാമ്പ് മാത്രം എക്സ്ട്രാ വന്നിരിക്കുന്നത്. ഫോഗ് ലാമ്പ് മാത്രമേ ഉള്ളൂ. അതുപോലെ ഡോർ ക്ലാഡിങ് ഇൻക്ലൂഡിംഗ് ആണ്. അല്ല, ഡോർ ക്ലാഡിങ്ങിന്റെ നമ്മൾ സൈഡ് വെച്ച് ഗാർഡ്, പിന്നെ അല്ലാതെ മോൾഡിങ്, ഇതെല്ലാം എക്സ്ട്രാ ആണ്. ആ സൈഡ് വന്നിരിക്കുന്ന മോൾഡിംഗ് എക്സ്ട്രാ ആണ് വന്നിരിക്കുന്നത്. അതുപോലെ ഗാർഡും വന്നിരിക്കുന്നത്. അതുപോലെ ഫോഗ് ലാമ്പും. ഇതെല്ലാം കൂടെ എത്ര വന്നു? 15 രൂപ. ആ ഒരു അതും കൂടെ കൂട്ടിയാണ് 10-20 ഓൺ റോഡ് പ്രൈസ് വന്നത്. നമുക്കൊരു 10, എനിക്കൊന്ന് വണ്ടിയുടെ ശരിക്കും ഓൺ റോഡ് പ്രൈസ് ഏതാണ്ട് 10-60 അടുത്ത് വരും. നമുക്ക് അവര് ഓഫർ പ്രൈസ് ചെയ്തതാണ്. എന്ത് ഓഫർ ആയിരുന്നു ആ സമയത്ത്? മാർച്ചിന്റെ ഓഫർ, ഓക്കെ. ആ ഒരു സമയത്ത് ഓഫർ 10-60 ആണ് അല്ലെങ്കിൽ ഓൺ റോഡ് പ്രൈസ്. അതായത് നമ്മുടെ പുതിയ സ്വിഫ്റ്റിന്റെ ഇസലക്സൈ വേരിയന്റിന് വരുന്നത് 1051 ആണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ, ഓൺ റോഡ് പ്രൈസ് വരുന്നത്. ആ ഒരു റേഞ്ച് നോക്കുന്നവർക്ക് നോക്കാവുന്ന മറ്റൊരു വേരിയന്റ് ആണ് ഇത്. പക്ഷെ ഇത് ഫുൾ ഓപ്ഷൻ വാഹനമല്ല, തൊട്ട് താഴെയുള്ള വാഹനം. ഫുൾ ഓപ്ഷൻ എന്ന് പറയുമ്പോൾ ആൽഫയാണ് വരുന്നത്. ആൽഫയ്ക്ക് എത്ര റേറ്റ് വരുന്നുണ്ട് ഓൺ റോഡ് വരുമ്പോഴത്തേക്ക്? ഒരു 1.5 എക്സ്ട്രാ കൂടുതൽ വരുന്നുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു, ഞാൻ സ്വിഫ്റ്റും ആയിട്ട് കമ്പയർ ചെയ്ത് എനിക്ക് നോക്കി കഴിഞ്ഞാൽ സ്പേസിന്റെ കാര്യത്തിലാണെങ്കിലും മറ്റു പല ഫീച്ചേഴ്സിലാണെങ്കിലും ടോപ്പ് എൻഡ് വേരിയന്റിന്റെ ഫീച്ചേഴ്സ് ഇല്ല എന്നുള്ള ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. പക്ഷെ ബാക്കി പല കാര്യങ്ങളിലും എനിക്ക് തോന്നുന്നു സ്വിഫ്റ്റിനെക്കാളും കുറെ കൂടി മെച്ചപ്പെട്ടൊരു വാഹനമാണ് ബലന എന്നാണ് എനിക്ക് പേഴ്സണലായിട്ട് ഫീൽ ചെയ്ത കാര്യം കേട്ടോ. നിങ്ങൾക്ക് അത് എങ്ങനെ തോന്നുന്നുള്ള കാര്യം ഒന്ന് കമന്റിൽ അറിയിക്കണം കേട്ടോ. അതുപോലെ തന്നെ നമ്മളിപ്പം ഇപ്പൊ ലോങ് ഡ്രൈവ് എന്തെങ്കിലും പോയിരുന്നു? ലോങ് ഡ്രൈവ് പോയിരുന്നു, വാൽപ്പാറ. എത്ര കിലോമീറ്റർ വരുന്നുണ്ട്? ബോത്ത് സൈഡ് 250 കിലോമീറ്ററോളം. ആ ഒരു സ്ട്രെച്ചിൽ നമുക്ക് എത്ര മൈലേജ് കിട്ടുന്നുണ്ട്? അത് ആ സ്ട്രെച്ചിൽ നമുക്കൊരു 14.5 പറയുമ്പോഴത്തേക്ക് ഒരു മലയും കാര്യങ്ങളുള്ള ഒരു സ്ട്രെച്ച് ആണല്ലോ. എന്നാലും നമുക്ക് 14-15 റേഞ്ചിൽ എന്തായാലും കിട്ടുന്നുണ്ട് എപ്പോഴാണെങ്കിലും. സർവീസ് കഴിഞ്ഞിട്ടുള്ളൂ. ഇപ്പൊ നമ്മൾ തേർഡ് സർവീസ് കഴിഞ്ഞാൽ നമുക്കൊരു എനിക്ക് തോന്നുന്നു 16-17 കിട്ടാൻ ചാൻസ് ഉണ്ട്. അതായത് കമ്പനി എനിക്ക് തോന്നുന്നു അവകാശപ്പെടുന്ന 22 പോയിന്റ് അത് അവരുടെ ആ ഒരു സ്റ്റാൻഡേർഡിൽ ടെസ്റ്റ് ചെയ്ത കാര്യങ്ങളും അവരുടെ സിറ്റുവേഷൻ ഒരു ബേസിക് കാര്യങ്ങളിലൊക്കെ നോക്കിയിട്ടുള്ള മൈലേജ് ആയിരിക്കും അവർ അവകാശപ്പെടുന്ന. ക്ലെയിംഡ് മൈലേജ് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഈ AMT അല്ലെങ്കിൽ ഈ ഓട്ടോമാറ്റിക് വേരിയന്റ് 22.94 ആണെന്ന് തോന്നുന്നു അവർ അവകാശപ്പെടുന്ന ഒരു മൈലേജ്. എന്തായാലും ഒരു 17-18 വരെ ബലനോയ്ക്ക് നമുക്ക് അവൈലബിൾ ആണ്. നമുക്ക് സേഫ്റ്റിയുടെ കാര്യങ്ങൾ നോക്കാം കേട്ടോ. 360 ക്യാമറ എന്തായാലും ആൽഫ വേരിയന്റിലാണ് വരുന്നത്. ബാക്കി സേഫ്റ്റി കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ESP വിത്ത് ഹിൽ ഹോൾഡ്, അതുപോലെ സൈഡ് ആൻഡ് കട്ടൺ എയർ ബാഗ്സ്. 6 എയർ ബാഗ് അല്ലേ വരുന്നത്? 6 എയർ ബാഗ് വരുന്നുണ്ട്. അതുപോലെ നമുക്ക് റിവേഴ്സ് ക്യാമറ വരുന്നുണ്ട്, റിവേഴ്സ് സെൻസറുകൾ വരുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ കോമൺ ഫീച്ചേഴ്സ് എല്ലാം തന്നെ സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. റിവേഴ്സ് പാർക്കിംഗ് വരുന്നുണ്ട്, ഹൈ സ്പീഡ് അലർട്ട് സിസ്റ്റം വരുന്നുണ്ട്, അതുപോലെ 3 പോയിന്റ് സീറ്റ് ബെൽറ്റുകൾ, അതൊക്കെ ഇപ്പോൾ ഐസോഫിക്സ്, ബ്രേക്ക് അസിസ്റ്റ്, ഇങ്ങനെയുള്ള ഡ്രൈവർ സൈഡിൽ വരുന്ന ആ ഒരു നമുക്ക് പവർ വിൻഡോയുടെ 1 ടച്ച് ആ പോയിന്റ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ആയിട്ടുണ്ട് മാരുതി ഇതിൽ ആഡ് ചെയ്തിരിക്കുന്നത്. ഐസോഫിക്സും അതുപോലെ തന്നെ ഇതിൽ വരുന്നതാണ്. അതുപോലെ തന്നെ ഇന്റീരിയറിന്റെ കാര്യങ്ങൾ നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു, ഡ്യുവൽ ടോൺ അല്ലെങ്കിൽ ഒരു 3 കളർ ടോണിലാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഒരു ബ്ലാക്ക് ആണ് വരുന്നത്. ഇതിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്കൊരു ഡാർക്ക് അല്ലെങ്കിൽ ഒരു ആഷ് കളർ അല്ലെങ്കിൽ അലുമിനിയത്തിന്റെ ഷെയ്ഡ് വരുന്നു. ഇതിലേക്ക് വരുമ്പോഴത്തേക്കും ബോഡി കളേർഡ് ആ ഒരു ബ്ലൂ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് കേട്ടോ. അതുപോലെ ഹെഡ് ലാംപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോ ഹെഡ് ലാംപ്സ് വരുന്നുണ്ട് കേട്ടോ. കഞ്ഞിപ്പാടത്തിന്റെ മനോഹാരിതയിൽ അല്ലെങ്കിൽ ആലപ്പുഴയുടെ അല്ലെങ്കിൽ കുട്ടനാടിന്റെ ഒരു ഏരിയയിലാണ് ഇന്ന് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഡ്രൈവറിന്റെ ഓണറുടെ വൈഫും, അതായത് കോ ഓണറും അകത്ത് റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. മേക്കപ്പും കാര്യങ്ങളൊക്കെ നടക്കുന്നു, ഹെയർ സ്റ്റൈലും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് അതിന് ശേഷം അവരോട് റിവ്യൂ ചോദിക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും ഞങ്ങൾ കല്യാണ കാര്യങ്ങളൊക്കെ ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്ത വാഹനം വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ കല്യാണ പാർട്ടിക്ക് ഓടാൻ വന്ന ഹോണ്ട സിറ്റി, ഒരു 30,000 കിലോമീറ്റർ ഓടിയ ഹോണ്ട സിറ്റിയുടെ റിവ്യൂവും കൂടെ ഇതിന്റെ അടുത്ത എപ്പിസോഡായിട്ട് നമ്മൾ ഇരുന്നുണ്ട് കേട്ടോ. അതിന്റെ വാഹനത്തിന്റെ വിശേഷങ്ങളുമായിട്ട് വാഹനത്തിന്റെ ഓണർ നമ്മുടെ തൊട്ട് പുറകിൽ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അപ്പൊ അദ്ദേഹത്തിനോടുള്ള റിവ്യൂ നമുക്ക് ഇതിന് ശേഷം എടുക്കാവുന്നതാണ്. അദ്ദേഹമാണ് ഹോണ്ട സിറ്റിയും കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ എടുക്കുന്നതായിരിക്കും. എന്തായാലും റിവ്യൂ ഇതിന് ശേഷം നമ്മൾ ഷൂട്ട് ചെയ്തതിന് ശേഷം അദ്ദേഹത്തിനോട് സിറ്റിയുടെ കാര്യങ്ങളൊക്കെ ചോദിച്ച് നമ്മൾ ആ വീഡിയോ കൂടെ എടുക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ ഓണേഴ്സ് ഇവർ രണ്ടുപേരാണ് കേട്ടോ. അതായത് കണ്ണന്റെ വൈഫ് ശരണ്യാണ്. അപ്പോൾ ഇവർ രണ്ടുപേരുമാണ് വാഹനങ്ങൾ മാറി ഓടിക്കുന്നത്. ഒരു 3000 കിലോമീറ്റർ ഓടിച്ചത് രണ്ടുപേരും തന്നെയാണ്.
അപ്പോൾ ഇവരോട് നമുക്ക് യൂസർ റിവ്യൂ ഒന്ന് ചോദിക്കാം. മെയിനായിട്ട് ചോദിക്കാത്തത് കണ്ണനോട് നമ്മൾ കാര്യങ്ങൾ ചോദിച്ചു. ശരണ്യ ഒരു ലേഡീസ് നോർമലി യൂസ് ചെയ്യുന്ന വാഹനമാണോ, അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് എങ്ങനെയാണെന്നാണ് എനിക്ക് മെയിനായിട്ട് അറിയേണ്ടത്. ലേഡീസിന് ഓടിക്കാൻ പറ്റിയ വാഹനമാണോ ബലന, അതായത് ഓട്ടോമാറ്റിക് വേരിയൻറ്റ്. മാനുവൽ ഓടിക്കുന്ന ഒത്തിരി പേരുണ്ട്. ഓട്ടോമാറ്റിക്കിലേക്ക് വരുമ്പോഴത്തേക്കും ശരണ്യ നേരത്തെ ഓടിച്ചിട്ടുള്ളതാണല്ലോ മാനുവൽ. അപ്പോൾ അതിൽ നിന്ന് ഇതിലേക്ക് മാറിയപ്പോഴത്തേക്കും യൂസർ ഫ്രണ്ട്ലി ആണോ, ഓടിക്കാൻ പറ്റുന്നുണ്ടോ, എന്തെങ്കിലും കൺഫ്യൂഷൻസ് വരുന്നുണ്ടോ, അങ്ങനെ എന്തെങ്കിലും ഫീൽ ചെയ്യുന്നുണ്ടോ? ഇല്ല, കൺഫ്യൂഷൻസ് ഒന്നും വരുന്നില്ല. നമുക്ക് മാനുവൽ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ലേഡീസിന് കുറച്ചുകൂടി എളുപ്പം കംഫർട്ടായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. വേറെ പ്രശ്നങ്ങളൊന്നും ഇതുവരെ, അതായത് ക്ലച്ച് ഔട്ട് ഗിയർ മാറുന്ന ഒരു ടെൻഷൻസ് ഇല്ല. ട്രാഫിക് വന്നാലും ഫ്രണ്ടിൽ ഒരു വണ്ടി വന്നാലും നമുക്ക് കൺഫ്യൂഷൻസ് വരുന്നില്ല. നമുക്ക് നോർമലായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതായത് യൂസർ ഫ്രണ്ട്ലി ആണ്, ഈസിയാണ്, കുറെ കൂടി മാനുവലിലേക്ക് കഴിഞ്ഞ് ഈസി ആയിട്ട് ഓടിക്കാൻ പറ്റുന്നതാണ്. അല്ലെങ്കിൽ ചിലരുണ്ട് ഓൾട്ടോ ഓടിക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ ചെറിയ വാഹനം. ഇപ്പൊ I10 ഓടിക്കുന്ന ചെറിയൊരു വാഹനമായിരുന്നു. ഇത് കമ്പാരിറ്റീവ്ലി വലിപ്പം തോന്നുന്നുണ്ട്. ഓടിക്കുമ്പോൾ എന്തെങ്കിലും ഒരു കൺഫ്യൂഷൻസോ അല്ലെങ്കിൽ ഒരു പേടി തോന്നണോ അങ്ങനെ എന്തെങ്കിലും ഫീൽ? സ്റ്റാർട്ടിങ് നമുക്ക് ആദ്യം നമുക്ക് തുടങ്ങി കയറി ഓടിക്കുന്ന സമയത്ത് മാനുവലായിട്ട് കമ്പയർ ചെയ്യുമ്പോഴേക്കും നമുക്ക് കുറച്ചുകൂടി എളുപ്പമാണ്. പിന്നെ വണ്ടിയുടെ സൈസ് വെച്ചൊരു ഇതുണ്ടായിരുന്നു, എവിടെയെങ്കിലും തട്ടുമോ എന്നുള്ളത്. പക്ഷെ ഒരു 2 പ്രാവശ്യമൊക്കെ നമ്മൾ എടുത്തു കഴിയുമ്പോഴേക്കും നമുക്ക് പിന്നെ നമുക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ എന്തായാലും എല്ലാവർക്കും തന്നെ ഓടിക്കാൻ പറ്റിയ ഒരു വേരിയൻ്റ് ആണ് ഈ ഓട്ടോമാറ്റിക് എന്ന് പറയുന്നത്. എനിക്കും പറഞ്ഞാൽ പേഴ്സണലി ഞാൻ പറയുവാണെങ്കിൽ ഓട്ടോമാറ്റിക് ഓടിച്ച് ഒത്തിരി എക്സ്പീരിയൻസ് ഉള്ളൊരു മനുഷ്യനാണ് ഞാൻ. ആദ്യമായിട്ട് ഓട്ടോമാറ്റിക് ഓടിച്ച് ഇന്ന് ഇത് ഓടിച്ചു. ഇതുവരെ ഞാൻ ഓട്ടോമാറ്റിക് ഓടിച്ചിട്ടില്ല. ഞാൻ ആദ്യമായിട്ട് ഇന്നാണ് ഇത് ഓടിച്ചത്. എന്തായാലും ഓട്ടോമാറ്റിക് ഓടിക്കാനും വലിയ കൺഫ്യൂഷൻസ് ഒന്നും ഇല്ലാത്ത കാര്യങ്ങളാണ്. അപ്പോൾ ബലന എന്തായാലും സ്വിഫ്റ്റ് എടുക്കുന്നവർക്ക് മറ്റൊരു ഓപ്ഷനാണ് ബലന എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഞാനും ഓട്ടോമാറ്റിക് വേരിയൻ്റ് ഒന്നും ഓടിച്ചിട്ടില്ലായിരുന്നു കേട്ടോ. ആദ്യമായിട്ട് ഇന്നാണ് ഈ ഓട്ടോമാറ്റിക് വെഹിക്കിൾ അല്ലെങ്കിൽ ഒരു കാർ ഞാൻ ആദ്യമായിട്ട് ഇന്നാണ് ഓടിക്കുന്നത്. ബലനയാണ് ഓടിച്ചു നോക്കിയത്. എനിക്ക് എന്തായാലും ചെറിയ കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. മാനുവൽ മാത്രം ഓടിച്ച് നടന്നിട്ട് ഓട്ടോമാറ്റിക്കിലേക്ക് പെട്ടെന്ന് ഓടിക്കുമ്പോൾ ചെറിയൊരു ഇന്നിപ്പോൾ ഒരു 2 കിലോമീറ്റർ ആകെ ഓടിച്ചോളൂ. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ പുതിയ ബലനയുടെ വിശേഷങ്ങൾ. പ്രൈസും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ അറിഞ്ഞു കാണുമല്ലോ വേരിയൻറ്റിൻ്റെ, സീറ്റ വേരിയൻറ്റിൻ്റെ. അപ്പോൾ നിങ്ങൾക്ക് ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ട്, വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ട്, ഇൻഫോർമേറ്റീവ് ആണെങ്കിൽ നമ്മുടെ ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യുക കേട്ടോ. അപ്പോൾ അവരെ നമുക്കിനി അങ്ങോട്ട് പറഞ്ഞു വിടാം. അവർ പോയി കല്യാണം കൂടാനുള്ള ഒരുക്കങ്ങളൊക്കെ ആയിട്ട് വരട്ടെ. റിസപ്ഷൻ്റെ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. വൈകുന്നേരമാണ് റിസപ്ഷൻ. നമുക്ക് ഹോണ്ട സിറ്റിയുടെ റിവ്യൂ എടുക്കാനുണ്ട്. അപ്പോൾ അടുത്ത ആളെ വിളിച്ചിട്ട് നമുക്ക് ഹോണ്ട സിറ്റിയൊക്കെ അറേഞ്ച് ചെയ്ത് ഹോണ്ട സിറ്റിയുടെ വിശേഷങ്ങളൊക്കെ 35,000 മേളിൽ കിലോമീറ്റർ ഓടിയ ഹോണ്ട സിറ്റിയുടെ റിവ്യൂ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് പുള്ളിയുടെ കാര്യങ്ങളൊക്കെ ചോദിക്കാം. അപ്പോൾ അടുത്ത ദിവസം നമ്മൾ അടുത്ത എപ്പിസോഡായിട്ട് ഹോണ്ട സിറ്റിയുടെ റിവ്യൂ ഇടാം കേട്ടോ. ഇന്നത്തേക്ക് ഇത്രയൊക്കെയാണ് ഡീറ്റെയിൽസ്, ബലനയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞത്. അപ്പോൾ തൽക്കാലത്തേക്ക് ബൈ.